ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവളെ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഏറ്റവും കൂടുതൽ കേട്ട് ചിരിച്ചിട്ടുള്ള ഒരു വാക്കാണ് പ്രസവം. അതായത് പ്രസവം കഴിഞ്ഞുള്ള ഡിപ്രഷൻ, അത് കഴിഞ്ഞുള്ള നമ്മളെ ഉറക്കമില്ലായ്മ, അത് കഴിഞ്ഞുള്ള നമ്മളെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതെല്ലാം കേട്ട് ചിരിക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണോ അല്ലേ? എന്തായാലും അഖിൽമാരാറ് ഇത്ര വലിയ സംഭവമാണുള്ളത് ഇന്നലെ കൊണ്ടെന്ന് മനസ്സിലായി കേട്ടോ. ഇത്രയും വലിയ അറിവുള്ള മഹാനാണെന്ന് അറിഞ്ഞിരുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ തന്നെ അല്ലേ? പ്രസവം ഇതൊക്കെ എന്തല്ലേ സിമ്പിൾ. ദേ പുഷ്പം പോലെ ദേ പോകുന്നു, ദേ സുരേഷ് ഗോപി ഡയലോഗ് അറിയാം, ഇതാ പോയി ദേ വന്നു അല്ലേ? എന്താ ഇതിലൊക്കെ കൂടുതൽ അറിയാനുള്ളത് അല്ലേ? ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവളെ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യം കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് എന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാൻ തലക്ക് വെളിവില്ലെങ്കിൽ വീട്ടിലെങ്ങാണ്ട് അനങ്ങാണ്ടിരുന്നാൽ പോരെ. എന്തിനാ ഇത്രയും വലിയ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ വേണ്ടി പോകുന്നില്ലേ? പിന്നെ നിങ്ങൾ അറിയാത്തൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അഖിൽമാരുടെ ലാസ്റ്റ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അഖിൽമാരുടെ വീട്ടിലിപ്പോൾ ദിവസവും പുട്ടാണെന്ന്. എങ്ങനെയാണെന്ന് അറിയില്ലേ? എന്താണെന്നറിയോ? അഖിൽമാരുടെ ഭാര്യ ഉണ്ടല്ലോ, പുള്ളിക്കാരത്തി പ്രസവം കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് 1 കിൻഡൽ അരി അങ്ങ് കുത്തിപ്പൊടിച്ച്, അമ്മിയിലും മിക്സിലൊന്നും അല്ല കേട്ടോ, നമ്മൾ ഒരലിട്ടിട്ട് അങ്ങ് കുത്തിപ്പൊടിച്ചിട്ട് പുട്ടുകൂടി ഉണ്ടാക്കി വെച്ചേക്കോ, ഡെയിലി പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാര്യം അത്രയും സിമ്പിളായിരുന്നു. കാര്യം പിന്നെ അഖിൽമാരാണെങ്കിൽ 5-8 പ്രസവം കഴിഞ്ഞാണല്ലോ, അതുകൊണ്ടാണ് ഇത്രയും എക്സ്പീരിയൻസോട് പുള്ളി അങ്ങ് പറയുന്നത് അല്ലേ? നാളുണ്ടോ നിങ്ങൾക്ക് പറയാൻ വേണ്ടി? പിന്നെ ഒരു കാര്യം കൂടി ഒന്ന് ചോദിച്ചോട്ടെ. കാര്യം ഇനിയിപ്പോൾ അഖിൽമാരാളൊക്കെ വളർന്നു വരുന്ന 2 പെൺമക്കളാണല്ലോ അല്ലേ? ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് പ്രസവിക്കാനുള്ള സമയമാകുമ്പോഴത്തേക്ക് അഖിൽമാരുടെ തന്നെ വീട്ടിൽ 2 മുറിയങ്ങ് എടുത്ത് കൊടുത്തേക്കണം കേട്ടോ. 2 പെൺമക്കളും പ്രസവിക്കാൻ വരുമല്ലോ. പിന്നെ മുറിയുടെ അകത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരല് ഒലക്ക അതൊക്കെ മാറ്റി വെച്ച് 1 കിൻഡൽ അരിയും കൂടി അവിടെ കൊണ്ടുവച്ചേക്കണം കേട്ടോ. ഒന്നിൽ പ്രസവ വേദന തുടങ്ങുമ്പോഴത്തേക്ക് പറയണം കേട്ടോ, മക്കളെ തീ അങ്ങോട്ട് കയറിക്കോളൂ, സുഖമായിട്ടൊന്ന് എൻജോയ് ചെയ്ത് ഒന്ന് പ്രസവിച്ചിട്ട് ആ നെല്ലൊക്കെ ആ അരിയൊക്കെ ഒന്ന് കുത്തിപ്പൊടിച്ച് വെച്ചേക്കട്ടോ. അത് പറയാനുള്ളൊരു ഗട്ട്സ് നിങ്ങൾക്കുണ്ടോ? പിന്നെ ഇന്നിങ്ങനെ പറഞ്ഞിട്ട് നാളെ ഇതൊന്നും മാറ്റി പറയരുത് കേട്ടോ. മക്കളെ പ്രസവം വരുമ്പോൾ ഇതൊന്നും മാറ്റരുത് കേട്ടോ. പിന്നെ ഈ ആധുനിക സംവിധാനത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞ അഭിപ്രായമുണ്ടല്ലോ, അതായത് ഈ ആശുപത്രിയും കുറേ ആൾക്കാരൊക്കെ വന്നിട്ടാണ് ഇതിങ്ങനെ ഇത്രയും അലമ്പാക്കി കളഞ്ഞെന്നുള്ളത് അല്ലേ? അപ്പം ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇനി മക്കളുടെ പ്രസവം വരുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും നിങ്ങൾ ആശുപത്രി ആശ്രയിക്കാൻ പാടുള്ളതല്ല കേട്ടോ. വീട്ടിൽ തന്നെ പ്രസവിക്കണം. അത് എന്നിട്ട് ലൈവായിട്ട് വന്ന് പറയുകയും ചെയ്യണം കേട്ടോ. ആ ഒരു ഗട്ട്സ് ആദ്യം കാണിക്കുക, എന്നിട്ട് ഇങ്ങനെയുള്ള വിഡിത്തരങ്ങളൊക്കെ എഴുന്നള്ളിക്കാൻ കേട്ടോ. പിന്നെ നിങ്ങളുടെയൊക്കെ വിചാരം ഈ പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അങ്ങ് പോയിട്ട് ഇങ്ങനെ പുഷ്പം, അതായത് പൂ ഇങ്ങനെ അറുക്കുന്നത് പോലെ ഇങ്ങ് വരുന്നൊരു രീതിയാണെന്നാണല്ലേ? പിന്നെ ഒരു കാര്യം കൂടി, നമുക്ക് പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ആധുനിക സംവിധാനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് വീട്ടിലൊക്കെ കൂടുതൽ പ്രസവം നടന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് വേറെ വഴിയില്ല അല്ലേ? പിന്നെ ഇപ്പം ഈ ഒരു സിറ്റുവേഷൻസിൽ ഇത്രയും നമുക്ക് ഹോസ്പിറ്റൽസും ഈ ഒരു ഫെസിലിറ്റി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോസ് ആണ് കുറേ അമ്മമാരെങ്കിലും അല്ലേ പ്രസവിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കുമല്ലോ അല്ലേ? അവർക്ക് പറയാൻ പറ്റും. ഇപ്പോൾ എപ്പോഴുള്ളത് എടുത്തു കഴിഞ്ഞാൽ തന്നെ ചിലവർ പറഞ്ഞേക്കാം എന്ത് വന്നാലും അത്രയും വേദന സഹിച്ചിട്ടില്ല. അതായത് ഒരു 20ഓളം നമ്മളെ ശരീരത്തിൻ്റെ എല്ലുകൾ നുറുങ്ങുന്ന അവസ്ഥയിലാണ് ഒരു സുഖപ്രസവം എന്നൊക്കെ. സുഖപ്രസവം എന്ന പേര് കേട്ടോ, അതൊന്നും ഓർമ്മിപ്പിക്കൽ എൻ്റെ പൊന്നോ. ഞാനൊക്കെ ആ ഒരു ഘട്ടം കഴിഞ്ഞതാണ്. അതായത് ഏകദേശം 12 മണിക്കൂറോളമുള്ള ലേബർ പെയിൻ കഴിഞ്ഞിട്ടാണ് കൊച്ചു പുറത്തേക്ക് വന്നേക്കണം. കാര്യം ഒന്ന് ആലോചിക്കണം. അപ്പോൾ അത്രയും ആ എല്ലുകളൊക്കെ നുറുങ്ങുന്ന ആ ഒരു വേദനയ്ക്ക് സഹിച്ചിട്ട് ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഇങ്ങേര് കൊണ്ട് പറയുന്നത് എൻജോയ് ചെയ്യേണ്ട കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങളൊക്കെ പറഞ്ഞ ഒരു ഭീകരാന്തരീക്ഷമാക്കി വെച്ചത്. ഇതെന്താ വാട്ടർ പാർക്കിൽ പോയിട്ട് അല്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഹോസ്പിറ്റലും ആധുനിക സംവിധാനങ്ങളെ വെച്ച് ഡോക്ടേഴ്സ് അവിടെ ഈ സ്റ്റെതസ്കോപ്പ് വെച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? എന്തിനാ? കുറച്ച് ഈ അമ്യൂസ്മെൻറ്റ് പാർക്കും അങ്ങനെ എടുത്തിട്ടായിരുന്നു നമ്മളെ ട്രിപ്പ് പോകുന്നു, അവിടെ നിന്ന് കുറച്ച് എൻജോയ് ചെയ്യുന്നു, അതിനകത്ത് ഒന്ന് പ്രസവിക്കാൻ തോന്നുന്നു, നേരെ പോകുന്നു പ്രസവിക്കുന്നു, ദാ പോയി ഇതേ വരുന്നു, അങ്ങനെ ചെയ്താൽ പോരെ? എട്ടിത്തരം. അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ കുറച്ച് എന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിലും ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള മനക്കെട്ടി ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ പ്രസവിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടാവണം, അതുമില്ല. എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞ് മനുഷ്യന്മാരെ മണ്ടനാക്കുന്നത്? കാര്യം പിന്നെ വേറൊരു കാര്യം കൂടി, ഈ ഡോക്ടേഴ്സ് എല്ലാം ഓപ്പറേഷൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ചുമ്മാ ഒരു രസമുണ്ട്, കുറേ ആശുപത്രിക്ക് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിലാണ് അവർ ഓപ്പറേഷൻ ചെയ്തൊരു കൊച്ചിനെ പുറത്തെടുക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു എന്താ പറയുക, നമുക്ക് ശരിക്കും ദൈവത്തിൻ്റെ മാലാഖമാരെന്നൊക്കെ പറയത്തില്ലേ,
അപ്പം അങ്ങനെയല്ലേ ഒരു കുഞ്ഞും ഒരു അമ്മയും ഒരു എന്താ പറയുക ഭൂമിയിലൊരു ജന്മം എടുക്കുന്നതെന്ന് പറയുന്നത്. അപ്പം അത്രയും വലിയ ഒരു പ്രോസസ്സിങ്ങിൽ കൂടി ഒരു കൊച്ച് പുറത്തേക്ക് വരുന്ന ഒരു രീതിനെയാണ് ഒന്നും അല്ലാത്ത ഒരു ലാഘവത്തോട് കൂടിയിട്ട് പുള്ളിക്കാരനങ്ങ് പറഞ്ഞേക്കണേ. ശരിക്കും പറഞ്ഞാലുണ്ടല്ല, കയ്യിലെങ്ങാണ്ട് കിട്ടാനല്ല കഴുത്ത് ഞെരിച്ചങ്ങ് കൊല്ലാൻ തോന്നും സത്യമായിട്ടും. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ഇനി എഴുന്നള്ളിക്കാൻ നിൽക്കരുത്. സ്ത്രീകൾക്ക് എൻജോയ്മെൻറ്റ് തോന്നുമ്പോഴത്തേക്ക് അവർ ഭർത്താക്കന്മാരോട് പറയണല്ലോ, ചേട്ടാ എനിക്കൊന്ന് എൻജോയ്മെൻറ്റ് ചെയ്യാൻ തോന്നുന്നു, എന്നെ ഒന്ന് ഗർഭിണിയാക്കൂ, എനിക്ക് പ്രസവിക്കണം. ഇങ്ങനെയാണല്ലോ പറയുന്നത് അല്ലേ അഖിൽമാരാറ് ചേട്ടാ. എൻ്റെ പൊന്നോ, ഇതിലും കൂടുതലൊന്നും താങ്ങാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ വിവരമില്ലായ്മ ഒരു തെറ്റല്ല എന്ന് പറയുന്നൊക്കെ പണ്ട്. പക്ഷേ ഈ വിവരമില്ലായ്മേനെ കൊണ്ട് മനുഷ്യന്മാരെ കൂടി ഇട്ട് മനുഷ്യന് തലക്ക് എന്താ പറയുക ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന റൈറ്റ് ഉണ്ടല്ലോ, അതാണ് അഖിൽമാർ. അത് ശരിക്കും ഓരോ ദിവസം പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കാണാം. അഖിൽമാർക്ക് രണ്ട് പെൺമക്കളാണല്ലോ. മക്കളുടെ പ്രസവം ഈ പറഞ്ഞ പോലെ തന്നെ ആശുപത്രിയിൽ പോകുന്നതിനൊക്കെ നമുക്ക് എന്തായാലും ഈ വീരൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ആ സമയത്തൊന്ന് ഉപകരിക്കുമല്ലോ. ഇതൊക്കെ ആരും മറന്നൊന്നും പോവില്ല അഖിൽമാരാറേ കേട്ടോ. എന്തായാലും വളരെ സന്തോഷം. വലിയ പ്രഖ്യാപനങ്ങൾ ഇനിയും ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റും. സന്തോഷമായി.